അനുദിന ജീവിതത്തിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ആശ്വാസവും സമാധാനവും സാന്ത്വനവും നൽകാൻ സംഗീതത്തിന് വലിയ സ്ഥാനമുണ്ട്. ദേവാലയങ്ങളിൽ പ്രാർത്ഥനയോടെ ഹൃദയവേദനയോടെ എത്തുന്ന ഏവരുടെയും പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് സ്വർഗീയ സംഗീതം പകർന്നു നൽകുന്ന ദേവാലയ സംഗീതം. ഇന്ന് വിശേഷപ്പെട്ട ചില ഗാനങ്ങൾ തിരുഗീതുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സീക്രട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയ സീക്രട്ട് മ്യൂസിക് കോൺടെസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില നല്ല ഗാനങ്ങൾ. ആദ്യമായി നമുക്ക് കേൾക്കാം അവർ ലേഡി ഓഫ് മൗണ്ട് കാർമിൽ തൃശ്ശൂർ ചർച്ച് കൊയർ അവതരിപ്പിക്കുന്ന ഈ ഗാനം. നാം എന്നും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപാടിയ ആ അനശ്വര ഗീതം. ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം
പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡിൽ തിരുക്കർമ്മ ഗാനങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. തിരുസഭയുടെയും പരിശുദ്ധ മാർപ്പാപ്പമാരുടെയും അഭിമന്യ രൂപതാധ്യക്ഷന്മാരുടെയും ഈ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പലരുടെയും നിരീക്ഷണങ്ങളും പഠനങ്ങളും നാം ഇവിടെ ചിന്തിക്കുകയാണ്. തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഗാനങ്ങൾ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടവയുമായിരിക്കണം. ഭക്തിപ്രധാനമായ ചില വാക്കുകൾ വെച്ചതുകൊണ്ട് മാത്രം ചില പാട്ടുകൾ തിരുക്കർമ്മ സംഗീതമാകണമെന്നില്ല. അങ്ങനെയുള്ള പാട്ടുകൾ വളരെ ഹിറ്റായിരിക്കാം, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കാം, നല്ല കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കാം. എങ്കിലും തിരുക്കർമ്മ സംഗീതത്തിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടാകണമെന്നില്ല. വിശുദ്ധ ബലിയുടെ കർമ്മത്തിനോ കാലത്തിനോ സന്ദർഭത്തിനോ യോജിക്കാത്ത ഗാനങ്ങളായിരിക്കാം അവയിൽ പലതും. അവയ്ക്ക് പ്രാർത്ഥന അനുഭവമോ ഭക്തിയോ ഉണ്ടാവില്ല. നല്ല അടിപൊളി പാട്ട്, നല്ല ഗുമ്മുള്ള ഓർക്കസ്ട്ര, പറയാലോ ഗുമ്മുള്ള ഓർക്കസ്ട്ര. 12 പീസ് മാർപ്പാപ്പയുടെ വാക്കുകളിൽ ആരാധന പ്രചോദിതമല്ലാത്തതും കലയുടെ ശരിയായ നിയമങ്ങളിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നതുമായ സൃഷ്ടികൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്തീയ ഭക്തിക്ക് എതിരെയുള്ള മാരകമായ കുറ്റമാണ്. എന്ത് ആഴമായ ഒരു പഠനമാണല്ലേ. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദൈവാരാധനയെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ 121 നമ്പറിൽ നാം വായിക്കുന്നു: വിശുദ്ധ സംഗീതത്തിന് വേണ്ടിയുള്ള രചനകൾ കത്തോലിക്ക പ്രബോധനങ്ങൾക്ക് യോജിച്ചവയായിരിക്കണം. മാത്രമല്ല, വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും ക്രമത്തിൻ്റെ ഉറവിടങ്ങളിൽ നിന്നും പ്രധാനമായും സമാഹരിച്ചവരുമായിരിക്കണം. കത്തോലിക്ക പ്രബോധനങ്ങൾക്ക് യോജിച്ചത്, വിശുദ്ധ ലിഖിതങ്ങളുടെ അടിസ്ഥാനമുള്ളത്, ആരാധനക്രമത്തിൻ്റെ ഉറവിടങ്ങളിൽ നിന്നും ശക്തി ശേഖരിച്ചത്. ഈ പഠനം തന്നെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1158 നമ്പറിൽ നാം വായിക്കുന്നത്. ബെനഡിക്ട് 16 പാപ്പയുടെ പഠനം ശ്രദ്ധിക്കുക. ലിറ്റർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗാനം മറ്റൊരു ഗാനത്തേക്കാൾ മെച്ചമെന്ന് പറയാനാവില്ല. ഈ ഗാനമാണ് നല്ലത്, പ്രധാനപ്പെട്ടത്, അങ്ങനെ ഒരു പ്രാധാന്യമില്ല. എല്ലാത്തിനും തുല്യമായ സ്ഥാനം. ലിറ്റർജിയുടെ പൊരുളിനെ ആദരിക്കാത്ത സംഗീത രൂപങ്ങൾ ഉപേക്ഷിക്കണം. പാട്ടുകൾ ആദ്യന്തം ബലിയർപ്പണത്തോട് നന്നായി സമന്വയിക്കണം. അതിനാൽ ഒരു ഗാനത്തിൻ്റെ എല്ലാ വശങ്ങളും, അതിന് രചന, സംഗീതം, അവതരണം എല്ലാം ആഘോഷിക്കുന്ന രഹസ്യത്തിൻ്റെ അർത്ഥത്തോടും ആരാധനക്രമത്തിൻ്റെ ഘടനയോടും ആരാധനാ വത്സരങ്ങളോടും ചേർന്നതാകണം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ: സംഗീതത്തിൻ്റെ എല്ലാ ആവിഷ്കാരങ്ങളും സഭയുടെ വിശ്വാസ രഹസ്യങ്ങളെ പൂർണ്ണതയിലും തൃപ്തികരമായ രീതിയിലും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നതല്ല. സംഗീതത്തിനൊരു വൈവിധ്യങ്ങളുണ്ടല്ലോ, എന്തെല്ലാം തരത്തിലുള്ള വൈവിധ്യങ്ങളിലുള്ളതാണ് സംഗീതമെന്ന കല. അതെല്ലാം സഭയുടെ വിശ്വാസ രഹസ്യങ്ങളെ പൂർണ്ണതയിലും തൃപ്തികരമായ രീതിയിലും പ്രകാശിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ഫലമോ ഏത് ഗണത്തിലുള്ള പാട്ടുകളും തിരുക്കർമ്മ ആഘോഷങ്ങൾക്ക് പറ്റിയതല്ല.
ചുരുക്കത്തിൽ എല്ലാ രചനകൾക്കും തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഗാനങ്ങളുടെ രചനകൾക്ക് കത്തോലിക്ക പ്രബോധനങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരാധനാക്രമങ്ങളുടെ ഈടുറ്റ അടിസ്ഥാനമുണ്ടായിരിക്കണം. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായ ഗാനങ്ങൾ മാത്രമേ തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. വിശുദ്ധ കുർബാനയിലെ ഗാനങ്ങളെല്ലാം തന്നെ ദിവ്യരഹസ്യഗീതം, ഓശാന ഗീതം, വിഭജന ഗീതം, ഇതെല്ലാം കുർബാനയിലെ തന്നെ പ്രാർത്ഥനകളുടെ പദ്യരൂപമാണ്. ഗദ്യരൂപത്തിലുള്ള പ്രാർത്ഥനകൾക്ക് പകരം പാട്ട് പാടുമ്പോൾ ഈ പ്രാർത്ഥനകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാട്ടുകൾ പാടാൻ സാധിക്കുകയില്ലല്ലോ. ഉദാഹരണത്തിന് ഓശാന ഗീതം, ഇത് മനോഹരമാണ്. ബലവാനും കർത്താവായും പരിശുദ്ധൻ പരിശുദ്ധൻ നമ്മുടെ പ്രാർത്ഥന പോകുന്നത്. അതിന് വരെ ഒലിവുമലത്താഴ് വരയിൽ ഓസ്ലേമിൻ വീതികളിൽ കുറേ പാട്ടുകളുണ്ട്. ഇങ്ങനെ ഒരു ഓശാന അങ്ങ് വെച്ച് കൊടുക്കും എവിടെയെങ്കിലും, അങ്ങനെ വരുന്ന പാട്ടുകൾ. വിഭജന ഗീതം, രക്ഷകൻ ഈശോദൻ, ആ പാട്ടാണ് അവിടെ വരുന്നത്. അതിന് പകരം ഒരു ആരാധന ഗീതം നമ്മൾ പാടും. അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് യോജിക്കാത്ത പാട്ടുകൾ വന്ന് അവിടെ ഉപയോഗിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ സമയം എത്ര നല്ലൊരു എന്ത് മനോഹരം, ഈശോ വരുന്ന സമയമല്ലേ. നമ്മൾ പാട്ട് തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾക്ക് യാതൊരു കമ്മ്യൂണിയൻ പരിശുദ്ധ കുർബാനയുടെ ആ നിമിഷത്തെ വിശുദ്ധമാക്കാനുള്ള ഒരു കഴിവും ഒരു ശക്തിയും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു പാട്ടങ്ങെടുത്ത് പാടും. ആരാധനാക്രമത്തിൻ്റെ ചൈതന്യത്തിനനുസരിച്ച് കാലാകാലങ്ങളിൽ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയാൽ ഒരു പരിധിവരെ മറ്റ് മാർക്കറ്റിലെ ഭക്തിഗാനങ്ങൾ തിരുക്കർമ്മഗാനങ്ങളായി നുഴഞ്ഞു കയറാൻ ഇടവരില്ല. അതുപോലെ നമുക്കൊരു ദിവ്യബലി സംഗീത പൈതൃകമുണ്ടാകണം. നമ്മുടെ ദിവ്യബലി സംഗീത പൈതൃകം അടുത്ത തലമുറയ്ക്ക്, വരും തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നിലനിൽക്കുന്നതും അംഗീകരിക്കപ്പെടുന്നതുമായ പാട്ടുകളുടെ രചനകളും സംഗീതവും ഒക്കെ ക്രോഡീകരിച്ച് സ്വരസ്ഥാനങ്ങൾ ചിട്ടപ്പെടുത്തി വരും തലമുറയ്ക്ക് വേണ്ടി നാം അത് സൂക്ഷിച്ചു വെക്കണം, കൈമാറണം. അപ്പോൾ പാട്ടുകളുടെ ട്യൂണുകളും വാക്കുകളും മാറാതെ കാലാകാലങ്ങളിലേക്ക് അത് കൈമാറ്റപ്പെടാൻ ഇടവരുത്തും. താങ്ക് യു. സീക്രട്ട് മ്യൂസിക് കോൺടെസ്റ്റിൽ 1ാം സ്ഥാനം നേടിയ ആ ഗാനമാണ് നാം ഇനി അടുത്തതായി കേൾക്കുന്നത്. ആലാപനത്തിലും അവതരണത്തിലും മികവ് പുലർത്തിയ ഈ ഗാനം നമ്മളിലേക്ക് എത്തിക്കുന്നത് സെയിൻറ്റ് ജോസഫ്സ് ചർച്ച് ക്വയർ കോക്കുന്ന് ടീമാണ്. നമുക്ക് ഈ ഗാനം കേൾക്കാം.
ബലിയർപ്പിക്കുവാനായി ആരാധകർ ഞങ്ങളണയുന്നു. ആരാധനാഗീതം പാടുന്നു. മാലാഖമാരുടെ സംഗീതധാരയിൽ ഒന്നായലിന്നിവർ സാമോദം പാടാം. സതതം തിരുമുൻപിലാദരവാ. ദേവാലയത്തിലെ സംഗീത പാരമ്പര്യം സഭാവിശ്വാസികളെ അവരുടെ ആത്മീയ ജീവിതത്തിൽ എന്തുമാത്രം സഹായിക്കുന്നുണ്ട് എന്ന് പല സന്ദർഭങ്ങളിലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളതേപ്പറ്റി സംസാരിക്കാറുണ്ട്, ആളുകൾ ലേഖനങ്ങളും മറ്റും എഴുതാറുമുണ്ട്. ഇന്ന് ഈ ഗായക സംഘത്തെപ്പറ്റി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഭ എന്നും സുകുമാര കലകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ സഭയ്ക്കുണ്ടാകുന്ന നന്മകളെപ്പറ്റി എന്നും പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സഭയുടെ ഔദ്യോഗിക തലത്തിൽ മാർപ്പാപ്പമാരും മറ്റൊക്കെ പല പ്രാവശ്യം ഇക്കാര്യം നമ്മളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ കലകളിൽ സഭ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം എന്ന് പറയുന്നത്. ഇതേപ്പറ്റി രണ്ടാം വത്തിക്കാൻ സിനോദസിൽ സുന്ദരമായ ഒരു ഖണ്ഡിക എഴുതി വച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 112-ാമത്തെ ഖണ്ഡികയിലാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. തിരുക്കർമ്മ ഗീതങ്ങളെക്കുറിച്ച് സഭയ്ക്കുള്ള പാരമ്പര്യം വലിയ ഒരു നിക്ഷേപമാണ്. മറ്റേത് കലയേക്കാളും സംഗീതമാണ് സഭയിൽ കൂടുതലായിട്ട് വിലമതിക്കപ്പെടുന്നത്. ഈ ശ്രേഷ്ഠതയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം വാക്കുകളിൽ അന്തർലീനമായിരിക്കുന്ന വിശുദ്ധ ഗീതം ആഘോഷമായ തിരുക്കർമ്മത്തിൻ്റെ അഭേദ്യവും പരിത്യാജ്യവുമായ ഒരു ഘടകമായി തീരുന്നു എന്നതാണ്. വിശുദ്ധ ഗ്രന്ഥം തന്നെ ദിവ്യസ്തുതി ഗീതത്തെ വളരെയധികം സ്തുതിച്ചിട്ടുണ്ട്. പിതാക്കന്മാരും ആധുനിക മാർപ്പാപ്പമാരും, പ്രത്യേകിച്ച് വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ, ദൈവശുശ്രൂഷയിൽ തിരുക്കർമ്മ ഗീതത്തിനുള്ള പ്രാധാന്യത്തെപ്പറ്റി പല പ്രാവശ്യം നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന കൂടുതൽ ആസ്വാദ്യമാക്കിക്കൊണ്ടോ ഹൃദയത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടോ തിരുക്കർമ്മങ്ങൾ കൂടുതൽ സാഘോഷമാക്കിക്കൊണ്ടോ എത്ര ഗാഠമായി തിരുക്കർമ്മങ്ങളോട് വിശുദ്ധ ഗീതം ബന്ധപ്പെടുത്തുന്നുവോ അത്രയും കൂടുതലായിട്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആത്മീയ ജീവിതവും പവിത്രമായിട്ട് തീരുന്നു. അതുകൊണ്ട് എല്ലാ നല്ല കലാരൂപങ്ങൾക്ക് സഭ പ്രാധാന്യം കൊടുക്കുന്നത് മാത്രമല്ല, സംഗീതത്തിന് അവയേക്കാളെല്ലാം ഉപരിയായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭയിൽ ഈ വിശുദ്ധ സംഗീതത്തെപ്പറ്റി വളരെ നിഷ്കർഷ പുലർത്തണമെന്ന് സഭ ആവശ്യപ്പെടുന്നത്. ഇതിനോട് ചരിത്രം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ സംഗീതത്തിൻ്റെ ആവശ്യങ്ങളെപ്പറ്റി പല പ്രാവശ്യം പല സന്ദർഭങ്ങളിലും നമ്മൾ പരാമർശങ്ങൾ കാണുന്നുണ്ട്. 150 സങ്കീർത്തനങ്ങൾ തന്നെ എന്തുമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് സഭ ഈ സംഗീതത്തെ ഉപയോഗിച്ചിരുന്നത് എന്നതിന് തെളിവാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫേസ്യൂസുകാർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഗാനാലാപത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ഇതേ പൗലോസ്ലീഹ കൊളോസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടി അവിടുത്തെ നിങ്ങൾ സ്തുതിക്കുവിൻ. അപ്പോൾ അതുകൊണ്ട് പഴയ നിയമമാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും സഭയുടെ കഴിഞ്ഞ 2000 വർഷത്തെ പാരമ്പര്യം എടുത്തു നോക്കിയാലും സംഗീതത്തിന് സഭയുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ, ആരാധനക്രമ ജീവിതത്തിൽ വലിയ ഒരു പ്രാധാന്യം കണ്ടെത്താനായിട്ട് സാധിക്കും. 2-ാം പീയൂസ് പറ്റി ഞാനൊരു കാര്യം സൂചിപ്പിച്ചു.
അതിൻ്റെ 114 ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത് സഭ ഇതിനെ പോഷിപ്പിക്കുക മാത്രമല്ല, എല്ലാ ഇടവകളിലും ഇത് വേണമെന്ന് മാത്രമല്ല, കത്തീഡ്രൽ ദേവാലയങ്ങളിൽ, ഒരു രൂപതയിൽ എപ്പോഴും ഒരു കത്തീഡ്രൽ ദേവാലയം ഉണ്ടെന്ന് പറഞ്ഞാൽ മെത്രാൻ്റെ പള്ളി കത്തീഡ്രൽ ദേവാലയം, ആ കത്തീഡ്രൽ ദേവാലയത്തിലെ ഗായക സംഘം ഒരു മാതൃകാ ഗായക സംഘമായിരിക്കണം. കാരണം അതൊരു രൂപതയുടെ അമ്മ ദേവാലയമാണ്. ആ അമ്മയിൽ എപ്രകാരമാണോ സംഗീതം പരിപോഷിപ്പിക്കപ്പെടുക, അതിനാനുപാതികമായിട്ട് വേണം മറ്റു ഇടവകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഈ സംഗീതത്തെ പരിപോഷിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ 115 നമ്പറിൽ പറയുന്ന കാര്യം, സെമിനാരികളിലും സന്യാസ പരിശീലന ഭവനങ്ങളിലും ഇത് ഈ ദേവാലയ സംഗീതം പഠിപ്പിക്കുക മാത്രമല്ല, വളരെ പ്രാഗൽഭ്യം ലഭിച്ച വ്യക്തികൾ വേണം അത് പഠിപ്പിക്കാൻ. അതിനുവേണ്ടി സഭയിൽ സംഗീത പരിശീലനത്തിൽ ഡോക്ടറേറ്റ് വരെ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി റോമിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ബെനഡിക്റ്റൈൻ അച്ഛന്മാരാണ് അത് നടത്തുന്നത്. അതുകൊണ്ട് സഭയ്ക്ക് എന്തുമാത്രം താല്പര്യം ഇക്കാര്യത്തിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. 1958 വത്തിക്കാനിൽ നിന്ന് ഈ സംഗീതത്തെപ്പറ്റി, ദേവാലയ സംഗീതത്തെപ്പറ്റി ഒരു പ്രധാനപ്പെട്ട രേഖ ഇറങ്ങിയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. 1, പള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കുന്നവർ മാത്രമേ ദേവാലയ സംഗീതത്തിൻ്റെ ഭാഗമാകാൻ പാടുള്ളൂ. അല്ലാതെ പാട്ട് തൊഴിലാളികളായിട്ട് ഏതെങ്കിലും സമയത്ത് കയറി വരിക, ആ സമയത്ത് പാട്ട് പാടുക, പിന്നെ വിശ്രമിക്കാൻ പോവുക, വീണ്ടും പാടാൻ വരിക, അങ്ങനെ ഒരു പരിപാടി ദേവാലയത്തിലെ സംഗീതത്തിൽ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പള്ളിയിലെ തിരുക്കർമ്മത്തിൽ, ഇപ്പോൾ കുർബാനയാണെങ്കിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നവർ മാത്രമേ ദേവാലയ സംഗീതത്തിൻ്റെ ഭാഗമാകാവൂ. രണ്ടാമത്തെ കാര്യം, അവർ ക്രിസ്തീയ ചൈതന്യത്താൽ നിറഞ്ഞവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസമുള്ളവർ, കാരണം ദേവാലയത്തിൽ പാട്ട് പാടുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അവരുടെ ക്രൈസ്തവ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ക്രിസ്തീയ ചൈതന്യത്താൽ നിറഞ്ഞവരായിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവർ സമൂഹത്തിൽ മാതൃകാപരമായിട്ട് ജീവിക്കുന്നവരായിരിക്കണം. അവരെപ്പറ്റി അപഖ്യാതി പറയുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നാലാമത്, ആരാധനാക്രമ അനുഷ്ഠാനത്തെപ്പറ്റി അറിവുള്ളവരായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താണ് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുക, ഇപ്പോൾ കുർബാനയുടെ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഓരോന്നിൻ്റെ പ്രാധാന്യം ഏതൊക്കെയാണ്, എപ്പോഴാണ് ഒരു പാട്ട് തുടങ്ങേണ്ടത്, എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്, ആ കർമ്മത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാത്തവർ, ഇത് എൻ്റെ ഒരു നിരീക്ഷണമാണത്, പല പള്ളികളിലും ദേവാലയ സംഗീതത്തിന് വരുന്നവരോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് വരുന്നവരോ ഒക്കെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ രേഖ പറയുകയാണ്, ദേവാലയ സംഗീതത്തിൻ്റെ ഭാഗമാവുന്നവർക്ക് ആ ആരാധനാക്രമ ശുശ്രൂഷയെപ്പറ്റി, കർമ്മങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗായക സംഘങ്ങളെപ്പറ്റി നമ്മളൊരു പക്ഷേ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. 10-ാം പീസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, അനാവശ്യമായി ദേവാലയത്തിലെ സംഗീതം നീട്ടിക്കൊണ്ടു പോകരുത്. ഇത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു സത്യം. ഉദാഹരണത്തിൻ്റെ പ്രവേശന ഗീതം, കാർമ്മികൻ സങ്കീർത്തിയിൽ നിന്ന് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് തുടങ്ങുമ്പോഴേ ഇവർ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങും. അച്ഛൻ പ്രദക്ഷിണമായിട്ട് ദേവാലയത്തിൽ വന്ന് ആൾത്താരുടെ അടുത്ത് വന്ന് ആൾത്താരെ ചുംബിച്ചോ ചുംബിക്കാതോ ധൂപം ഇതെല്ലാം കഴിഞ്ഞാലും പിന്നെയും പാട്ട് തുറന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോഴൊക്കെ അച്ഛൻ വന്നതിന് ശേഷമായിരിക്കും ആദ്യത്തെ വരി പാടാൻ തുടങ്ങുക, അതുവരെ ബാക്ക്ഗ്രൗണ്ടായിരിക്കും. അപ്പോൾ 10-ാം പീസ് മാർപ്പാപ്പ പറഞ്ഞു, ദേവാലയത്തിൽ പാട്ട് പാടുന്നത് അനാവശ്യമായിട്ട് പാട്ടുകൾ നീട്ടിക്കൊണ്ട് പോകരുത്. അത് പ്രവേശന ഗീതം. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് കാഴ്ച സമർപ്പണം. കാഴ്ച സമർപ്പണം കാസയും പീലാസയും ഒരുക്കുന്നു, അതുകൊണ്ട് ആൾക്കാരെ സമർപ്പിക്കുന്നു, അത് കഴിയുമ്പോൾ കർമ്മം കഴിഞ്ഞു. പിന്നെയും ആ പാട്ട്, കാരണം ഇവർ 4 സ്റ്റാൻസ് ഒരുങ്ങിയിട്ടുണ്ട്, ആ 4 സ്റ്റാൻസ് പാടിക്കൊണ്ടിരിക്കുന്നു, അത് പാടില്ല. അതുപോലെ മൂന്നാമത്തെ ഒരു സന്ദർഭവും സഭ ചൂണ്ടിക്കാണിക്കുന്നത് കുർബാന സ്വീകരണമാണ്. കുർബാന സ്വീകരണം കഴിഞ്ഞാൽ പാട്ട് നിർത്തണം. ചിലപ്പോൾ അവർ 2 പാട്ട് ഒരുങ്ങി കാണും, ആ 2 പാട്ട് പാടാനുള്ള സമയം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ ബാക്കി എല്ലാവരും കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ മുൻ മാർപ്പാപ്പ ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പ വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ നേരത്ത് പാടുന്ന പാട്ടുകളെപ്പറ്റി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്, ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്ത് കമ്മ്യൂണിയൻ കഴിയുന്നത് വരെ പാടിക്കൊണ്ടിരിക്കരുത്. കാരണം കുർബാന സ്വീകരിച്ചവർക്ക് അവരുടെ ഉള്ളിലേക്ക് വന്ന കർത്താവിനോട് അല്പം ഒരു സംഭാഷണം നടത്താൻ സമയം കൊടുക്കുക. അതുകൊണ്ട് അല്പം നേരമെങ്കിലും കുർബാന സ്വീകരണത്തിൻ്റെ പാട്ടിന് നേരത്ത് 1-2 സ്റ്റാൻസ് പാടിയതിന് ശേഷം സൈലൻ്റ് ആകുക. അങ്ങനെ കുർബാന സ്വീകരിച്ചവർ
അവർ സ്വീകരിച്ച കർത്താവിനോട് 2 വാക്ക് സംസാരിക്കാൻ അവർക്ക് അവസരം കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം ഈ പ്രധാനപ്പെട്ട സഭയിലുള്ള പ്രാധാന്യത്തെപ്പറ്റിയാണ്. ഒപ്പം ഞാൻ അവസാനം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ പാട്ട് അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ടു പോകരുത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ പാട്ട് പാടുന്ന ചില സന്ദർഭങ്ങളിൽ പാട്ട് പാടുന്നത് ഒരു പ്രാർത്ഥനയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയായിരിക്കും, ചില സന്ദർഭങ്ങളിൽ ഒരു കർമ്മം കവർ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ശ്രീ സഭയുടെ കുർബാന പുസ്തകത്തിൽ പാട്ടിനെ പറ്റി പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു കർമ്മം കവർ ചെയ്യാൻ വേണ്ടി പാട്ട് പാടുമ്പോൾ ആ കർമ്മം തീരുമ്പോൾ ആ പാട്ടും അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു പരിചയത്തിന് വിധേയമാക്കുകയാണ്. ഇനിയുള്ള എപ്പിസോഡുകളിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഗായക സംഘത്തെ പറ്റി അനേകം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.